വാരണാവതത്തിലെ അരക്കില്ലത്തിൽ നിന്നും രക്ഷപ്പെട്ട പാണ്ഡവർ പിന്നീട് വനവാസികളായി ഒളിച്ചു താമസിക്കുന്നുണ്ട്. അക്കാലം അത്രയും അവർ മരിച്ചുപോയതാണ് കൗരവർ കരുതിയിരുന്നത്. ഈ കഥ ഞാൻ കേട്ടിട്ടുണ്ട് മുന്തേട്ടാ. പക്ഷേ സൂരജ് ഒളിച്ചു താമസിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ. നമ്മുടെ അറിവിൽ അങ്ങനൊരു സാഹചര്യം ഇല്ല. പക്ഷേ സൂരജ് ഇവിടെ നിന്ന് മാറി നിന്ന ദിവസങ്ങളിൽ അയാൾ കടന്നുപോയ ജീവിത സാഹചര്യങ്ങൾ എന്തായിരുന്നുവെന്ന് നമുക്കറിയില്ലല്ലോ. മീര എന്താ ആലോചിക്കുന്നത്? മുകുന്ദേട്ടൻ എന്റെ ജീവിതത്തിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ സത്യമായിട്ടാണ് വന്നിട്ടുള്ളത്. അതുകൊണ്ട് ഇതും അങ്ങനെ ആവാനേ വഴിയുള്ളൂ. അപ്പോൾ ആരാവും സൂരജിനെ ഭീഷണിപ്പെടുത്തിയതെന്നാ ഞാൻ ആലോചിച്ചത്. ഒരുപക്ഷെ ആരും ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടാവില്ല. സൂരജിന് ആരെയും കോണ്ടാക്ട് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലാവുകയോ പുറത്തിറങ്ങാൻ പറ്റാത്ത ഒരു സ്ഥലത്ത് അകപ്പെട്ടു പോവുകയോ അല്ലെങ്കിൽ ഇതൊന്നുമല്ലാത്ത മറ്റെന്തെങ്കിലും കാരണത്താലോ ആവാം. എന്ത് കാരണമായാലും സാഹചര്യങ്ങൾ അനുകൂലമാവുമ്പോൾ തീർച്ചയായും സൂരജ് തിരിച്ചു വരും. അങ്ങനെ ഒരു പ്രതീക്ഷ എനിക്കുണ്ട് മുന്നേട്ട. എനിക്ക് പ്രതീക്ഷയല്ല, ഉറപ്പാണുള്ളത്. സൂരജിനെ കുറിച്ച് നമ്മളാൽ കഴിയുന്നതിന്റെ മാക്സിമം നമ്മൾ അന്വേഷിച്ചു കഴിഞ്ഞു. ഇപ്പോഴും അന്വേഷിച്ചുകൊണ്ടിരിക്കുക. എനിക്കറിയാം ഹരി, നിങ്ങളാരും അന്വേഷിച്ചില്ലെന്നോ അന്വേഷിക്കുന്നില്ലെന്നോ എനിക്ക് യാതൊരു പരാതിയുമില്ല. പക്ഷേ അവന് വേണ്ടി എന്ത് ചെയ്യുന്നതും മതിയാകുന്നില്ലെന്നൊരു തോന്നല എനിക്ക്. എനിക്ക് മനസ്സിലാവും. ആ മാനസികാവസ്ഥയെ ഞാൻ കുറ്റം പറഞ്ഞതല്ല. സൂരജിനെ കുറിച്ച് വിവരമൊന്നും കിട്ടാത്തതിൽ എനിക്കും വിഷമമുണ്ട്. അവൻ എനിക്കും മകൻ തന്നെയല്ലേ. അറിയാ ഹരി, ഈ വാർത്ത അറിഞ്ഞത് മുതല് ഹരിയും ആദർശം കഷ്ടപ്പെടുന്നത് ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. പക്ഷേ നമ്മൾ ഇവിടെ നിന്ന് അന്വേഷിക്കുന്നതിലും നല്ലത് അവിടെ പോയി നിന്ന് അന്വേഷിക്കുന്നതല്ലേ. അതാ എന്റെ ചിന്ത. നമ്മൾ അവിടെ ഉള്ളപ്പോ പോലീസുകാർക്കായാൽ പോലും കുറച്ചുകൂടെ താല്പര്യം കാണുമല്ലോ. അത് ശരിയാണ്. ഞാനും അതേക്കുറിച്ച് ആലോചിച്ചിരുന്നു. ആ കാര്യം വീട്ടിൽ പറയുകയും ചെയ്തു. പക്ഷേ ബീനയ്ക്ക് അവിടേക്ക് വരണമെന്നാ പറയുന്നേ. അത് വേണ്ട ഹരി. ബീന കൂടെ ഉണ്ടെങ്കിൽ അത് ശരിയാവില്ല. ബീന നാട്ടിൽ തന്നെ നിൽക്കട്ടെ. ഞാനത് ബീനയോട് പറഞ്ഞിരുന്നു. ബീനയെ കുറ്റം പറയാൻ പറ്റില്ലല്ലോ. സൂരജിന്റെ വിവരം അറിഞ്ഞത് മുതൽ തകർന്ന അവസ്ഥയിലാ. ആഹാരം പോലും കഴിക്കുന്നില്ല. എന്തിനാ എന്റെ കുഞ്ഞിന് ഇങ്ങനൊരവസ്ഥ ഭഗവാൻ വരുത്തിയെന്ന് അറിയില്ല. സൂരജിന്റെ അച്ഛൻ എന്റെ മകൻ സന്ദീപ്, അവൻ മരിച്ചതിൽ പിന്നെ സന്തോഷം എന്നത് എന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. സൂരജിന്റെ മുത്തശ്ശി കൂടി പോയപ്പോ ശരിക്കും ഞാൻ ഒറ്റപ്പെട്ടു. പിന്നെ എങ്ങനെയോ അങ്ങ് ജീവിച്ചു തീർക്കുകയായിരുന്നു. അപ്പോഴാ എന്റെ മോന് പകരമായി ഈശ്വരൻ അയച്ചതുപോലെ സൂരജ് എന്നെ തേടി വന്നത്. നഷ്ടപ്പെട്ടതെല്ലാം തിരിച്ചു കിട്ടിയ സന്തോഷമായിരുന്നു എനിക്ക്. എന്റെ കൊച്ചുമകൻ ഒരു കുടുംബമായി കഴിയുന്നതും അവർക്കൊപ്പം ഇനിയുള്ള ജീവിതം ജീവിക്കുന്നതുമെല്ലാം ഒരുപാട് സ്വപ്നം കണ്ടു. എന്റെ ആഗ്രഹങ്ങൾ ഇഷ്ടപ്പെടാഞ്ഞതുകൊണ്ടാണോ എന്നറിയില്ല ഭഗവാൻ എന്റെ കുഞ്ഞിന് ശിക്ഷ കൊടുത്തത്. ഇങ്ങനെ നിരാശനാവാതെ ഞങ്ങളെല്ലാരും ഒപ്പമുണ്ട്. സൂരജിനെ നമ്മൾ തീർച്ചയായും കണ്ടെത്തുകയും ചെയ്യും. അത് വേണം ഹരി. എന്റെ മോനെ എനിക്ക് തിരിച്ചു വേണം. അവന് വേണ്ടി കണ്ണീരോടെ കാത്തിരിക്കുന്ന ഒരു പെൺകുട്ടിയുണ്ട്. ആ കുട്ടിയുടെ സങ്കടത്തോളം വരില്ല മറ്റൊന്നും. വിദ്യമോൾക്ക് നഷ്ടമായിരിക്കുന്നത് അവളുടെ ജീവിതമാ. അത് ശരിയാ. വിദ്യയുടെ അവസ്ഥ കണ്ടു നിൽക്കാൻ പറ്റില്ല. അവരൊന്നിച്ച് എത്രമാത്രം സ്വപ്നം കണ്ടിരുന്നുവെന്ന് നേരിട്ടറിയാവുന്നയാളാ ഞാൻ. സത്യത്തിൽ ആ കുട്ടിയുടെ മുഖത്ത് നോക്കാനുള്ള ധൈര്യം പോലും എനിക്കില്ല. എല്ലാം ശരിയാവുമെന്ന് വിശ്വസിക്കാനും അതിനുവേണ്ടി പ്രാർത്ഥിക്കാനും അല്ലേ നമ്മളെ കൊണ്ട് കഴിയൂ. ഒരുപാട് പേര് സൂരജിന് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. ആ പ്രാർത്ഥന ഭഗവാൻ കേൾക്കുന്നു തന്നെയാ ഞാൻ വിശ്വസിക്കുന്നത്. ആദർശ് വിചാരിച്ച അവിടെ മിനിസ്ട്രിയിലൊക്കെ സ്വാധീനം ചെലുത്താൻ പറ്റില്ലേ? അക്കാര്യത്തിൽ ഒരു ടെൻഷനും വേണ്ട. ആദർശ് ചെയ്യേണ്ടതൊക്കെ ചെയ്യുന്നുണ്ട്. വീണ്ടും അങ്ങോട്ട് തിരിച്ചു പോയിരിക്കുന്നത് സൂരജിന്റെ കാര്യങ്ങൾക്ക് വേണ്ടിയാ. എന്റെ കുഞ്ഞ് എവിടെയെങ്കിലും ജീവനോടെ ഉണ്ടെന്ന് അറിഞ്ഞാൽ മാത്രം മതിയായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് നമ്മളാൽ കഴിയുന്നതിന്റെ മാക്സിമം ശ്രമിക്കാം. ആദർശ് വേണ്ടത് ചെയ്യും. എങ്കിലും നമുക്കൊന്നുകൂടി ആദർശിനോട് പറഞ്ഞ് മിനിസ്ട്രിയിൽ സ്വാധീനം ചെലുത്തിക്കാം. അങ്ങനെ അന്വേഷണം ഊർജിതമാക്കുകയും ചെയ്യാം. ഇനി പണം കൊണ്ട് സാധിക്കുന്ന കാര്യങ്ങളാണെങ്കിൽ
അതിനുവേണ്ടി എനിക്കുള്ളതെല്ലാം ചെലവാക്കാൻ ഞാൻ തയ്യാറാ. എനിക്കറിയാം, ഹരിയുടെ മനസ്സെനിക്കറിയാം. എന്റെ സൂരജ് മുജ്ജന്മത്തിൽ ചെയ്ത പുണ്യത്തിന്റെ ഫലവാ ഹരിയെപ്പോലൊരച്ഛനും മീരയെപ്പോലൊരു സഹോദരിയും. ഹരിയുടെ സ്നേഹം അതിന്റെ പൂർണ്ണ അർത്ഥത്തിൽ ആദ്യമൊന്നും അവന് മനസ്സിലാക്കാൻ പറ്റിയില്ല എന്ന സങ്കടം അവൻ എന്നും എന്നോട് പറയുമായിരുന്നു. അപ്പോ ഒരച്ഛന് ഒരു മകൻ ചെയ്യേണ്ട കടമകൾ ചെയ്യാൻ സമയമാകുന്നേ ഉള്ളൂന്നും അതാകുമ്പോ ഭംഗിയായി തന്നെ ആ കാര്യങ്ങൾ ചെയ്യണമെന്നും ഞാൻ പറഞ്ഞിരുന്നു. അതങ്ങനെ തന്നെ ചെയ്യുമെന്ന് അവൻ എന്നോട് പറഞ്ഞിരുന്നതാ. പക്ഷേ ഇപ്പൊ ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് ആരാ അറിഞ്ഞത്? സൂരജിന്റെ മനസ്സെനിക്കറിയാം. അവനോട് ഞാൻ നീതി കാണിക്കാതെ പോയത് വിധിയുടെ കാര്യത്തിൽ മാത്രമാ. അത് പക്ഷേ ബീനയ്ക്ക് വേണ്ടിയാ. ആ ഒരു സങ്കടം ഇപ്പോഴും എന്റെ മനസ്സിലുണ്ട്. ഞാനൊന്ന് ഫോഴ്സ് ചെയ്തിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ബീന വിദ്യയും സൂരജും തമ്മിലുള്ള ബന്ധത്തിന് എതിരെ നിൽക്കില്ലായിരുന്നു. അങ്ങനെയായ സൂരജിന് നാട് വിട്ട് മാറി നിൽക്കേണ്ട അവസ്ഥയും വരില്ലായിരുന്നു. എല്ലാവരുടെയും നന്മയെ കരുതി ഹരി എല്ലാം ചെയ്തത്. ഇതൊക്കെ അനുഭവിക്കണമെന്ന് നമ്മുടെയൊക്കെ വിധിയായിരിക്കാം. പക്ഷേ ഈ വിധിക്ക് മുന്നിൽ തോറ്റുകൊടുക്കാതെ നമുക്ക് പോരാടണം. അതിന് കർണാടകയിലേക്ക് പോവുക തന്നെ വേണം. പറ്റിയാൽ നാളെ തന്നെ ഞാൻ അങ്ങോട്ട് പോകും. ആ ശരി, എങ്കിലങ്ങനെ ആവട്ടെ. അവിടെ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ വിളിച്ചാൽ മതി. ആദർശ് അവിടെ ഉണ്ട്. എന്ത് സഹായം വേണമെങ്കിലും ചെയ്തു തരും. ഞാൻ വേണ്ടി വന്നാ വിളിച്ചോളാം. എന്നാ ഞാൻ ചെല്ലട്ടെ. വിവരങ്ങളൊക്കെ അറിഞ്ഞിട്ട് വിളിക്കാം. ശരി. ആ ഏതായാലും ചേച്ചിയുടെ ഒരാഗ്രഹം ഭംഗിയായി നടന്നല്ലോ. അയോധ്യയിൽ പോയി തൊഴാൻ പറ്റിയല്ലോ. അതെ, കാലിന് വയ്യാതെ വന്നു എന്നതൊഴിച്ചാൽ മറ്റു പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല. വേദനകൾ ഉണ്ടായിട്ടും അതിനെ മറികടന്ന് ലക്ഷ്യം നേടിയില്ലേ? അതാണ് വലിയ കാര്യം. ഇവിടുത്തെ ഓരോ പ്രശ്നങ്ങൾ കാരണമാ. അല്ലെങ്കിൽ എനിക്കും ചേച്ചിക്കൊപ്പം വരണമെന്നുണ്ടായിരുന്നു. അത് മാധവി വേണ്ടാന്ന് വെച്ചിട്ടല്ലേ? കുട്ടികളൊക്കെ വലുതായി. നമ്മൾ കൂടെ നിന്ന് അഭിപ്രായം പറയേണ്ടതും നിയന്ത്രിക്കേണ്ടതുമായ സമയമൊക്കെ കഴിഞ്ഞു. സ്വന്തം കാര്യം ഭംഗിയായി നോക്കാൻ കഴിവുള്ള കുട്ടികളാ ആദർശും അഭിരാമിയും. ഇനിയുള്ള ജീവിതം അവർക്ക് എന്താ ശരിയെന്ന് തോന്നുന്നെന്ന് വെച്ചാ അതുപോലെ ചെയ്യട്ടെ. അല്ലാതെ നമ്മൾ കൂടെ നിന്ന് നിയന്ത്രിക്കാന്ന് വിചാരിക്കുന്നത് മണ്ടത്തരമാണ്. ചേച്ചി പറയുന്നതൊക്കെ ശരിയാണ്. പക്ഷേ ഞാനൊരു അമ്മയല്ലേ ചേച്ചി? മക്കള് രണ്ടുപേരും ശത്രുക്കളെ പോലെ വഴക്കടിക്കുന്നത് എനിക്ക് എങ്ങനെ സഹിക്കാൻ പറ്റും? മാധവി, ഞാൻ നിന്നെ കുറ്റം പറഞ്ഞതല്ല. ഇനിയുള്ള കാലമെങ്കിലും നീ നിനക്ക് വേണ്ടി ജീവിക്കണം. ഇതുവരെ ജീവിച്ചതും എന്തിന് ചിന്തിച്ചതുപോലും മക്കൾക്ക് വേണ്ടിയല്ലേ. ഇനി അത് പാടില്ലെന്നാ ഞാൻ പറഞ്ഞത്. ആദർശും അഭിയും തനിച്ചല്ല, രണ്ടുപേർക്കും പക്വതയുള്ള കൂട്ട് നീ തന്നെ കണ്ടെത്തി കൊടുത്തില്ലേ? ആദർശിന്റെ എല്ലാ കാര്യത്തിലും സപ്പോർട്ടായി മീരമോളുണ്ട്. അതുപോലെ അഭിക്ക് വിഘ്നേഷും ഉണ്ട്. അല്ലേ മോളെ? അത് ചേച്ചി പറഞ്ഞത് ശരിയാണ്. ആദർശിന് സപ്പോർട്ടായി മീര എല്ലാ കാര്യത്തിലും കൂടെ നിൽക്കുന്നുണ്ട്. ഇപ്പതാ മീരയെ ഏൽപ്പിച്ചിരുന്ന പ്രോജക്റ്റ് മീര ലാഭത്തിലാക്കി മാറ്റിയിട്ടുണ്ട്. അത് നല്ല വാർത്തയാണല്ലോ മോളെ. ഈശ്വരാനുഗ്രഹം കൊണ്ട് വിചാരിച്ചതിനെക്കാട്ടിലും ഭംഗിയായിട്ട് തന്നെ ചെയ്യാൻ കഴിഞ്ഞു ആന്റി. മോൾക്കത് സാധിക്കും. ഇനിയും ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ മോളെ കൊണ്ട് പറ്റും. അതൊരു സന്തോഷം തന്നെയാ. പക്ഷെ ആദർശിന്റെ കാര്യത്തിൽ നമ്മൾ പ്രതീക്ഷിച്ചതിലും എതിരായ ഓരോ കാര്യങ്ങൾ വരുന്നത്. പിന്നെ സൂരജിനെ കാണാതായ വിവരം ഞാൻ ചേച്ചിയോട് പറഞ്ഞിരുന്നല്ലോ. ആ കുട്ടിയെക്കുറിച്ച് ഇതുവരെ ഒരു വിവരവും കിട്ടിയില്ല അല്ലേ മോളെ? ഇല്ല ആന്റി, എല്ലായിടത്തും അന്വേഷിക്കുന്നുണ്ട്. പക്ഷെ ഒന്നും അറിയാൻ പറ്റിയിട്ടില്ല. ഇപ്പോ ഗവൺമെന്റ് തലത്തിൽ കൂടുതൽ സ്വാധീനം ചെലുത്തി വിശദമായിട്ട് അന്വേഷിക്കാനായിട്ട് ആദർശേട്ടൻ കർണാടകയിലേക്ക് പോയിരിക്കുക. എന്തെങ്കിലും വിവരം കിട്ടുമെന്ന് പ്രതീക്ഷയില്ല. മോള് വിഷമിക്കാതെ. ഞാൻ സൂരജിന് വേണ്ടി ഭഗവാനോട് പ്രാർത്ഥിക്കുന്നുണ്ട്. ഉടനെ തന്നെ എന്തെങ്കിലും വിവരം ലഭിക്കാതിരിക്കില്ല. ആ ഒരു പ്രാർത്ഥനയില എല്ലാവരും. വീട്ടിലെ അവസ്ഥ വലിയ കഷ്ടത്തില. ബീനാമ്മ ആകെ തകർന്ന അവസ്ഥയില. പിന്നല്ലാതെ ഇത്രയും വലിയൊരു വേദന ബീന എങ്ങനെ സഹിക്കും? ഈ ഭൂമിയിലെ ഏറ്റവും വലിയ ദുഃഖം പുത്രദുഃഖമാണെന്നാ പറയാറ്. മാതാപിതാക്കൾ ജീവിച്ചിരിക്കുമ്പോൾ മക്കൾക്കൊരു ആപത്ത് വരിക എന്നാൽ അതവർക്ക് താങ്ങാവുന്നതിലും അപ്പുറമായിരിക്കും.
എന്തു പറയാനാ ചേച്ചി? ഈ പ്രശ്നങ്ങളെല്ലാം കാരണമാണ് ആദർശിന്റെ ബിസിനസ്സിൽ ഇത്രയും കുഴപ്പങ്ങൾ ഉണ്ടായതെന്ന് പറയേണ്ടി വരും. ഓഫീസ് കാര്യങ്ങൾ ശ്രദ്ധ വെക്കാൻ ആദർശിന് തീരെ സമയം കിട്ടുന്നില്ല. അതിനവനെ കുറ്റം പറയാനും പറ്റില്ലല്ലോ. നമ്മുടെ കമ്പനിയുടെ ആവശ്യത്തിന് പോയ ആളെയല്ലേ കാണാതായത്. അതിന്റെ ഫുൾ റെസ്പോൺസിബിലിറ്റി നമുക്കല്ലേ. ഇത്തരം ഒരവസ്ഥ വന്നാ അതിന്റെ പുറകെ ഓടുകയല്ലാതെ പിന്നെന്ത് ചെയ്യും? അത് ശരിയാ. പക്ഷെ ഒരു കാര്യമുണ്ട് മാധവി, ഈ പ്രശ്നങ്ങൾക്കെല്ലാം നടുവിലല്ലേ മീരമോള് അവളുടെ ഭാഗം ഭംഗിയായിട്ട് തന്നെ ചെയ്തത്. അതെന്റെ മാത്രം കഴിവല്ല ആന്റി. ആദർശേട്ടന്റെ സപ്പോർട്ട് കൊണ്ട് കൂടിയാ എനിക്ക് ഓരോന്ന് ചെയ്യാൻ പറ്റുന്നത്. സൂരജിന്റെ കാര്യം വന്നപ്പോഴും ഒന്നിലും മാറി നിൽക്കാതെ ആദർശേട്ടൻ എനിക്കൊപ്പം നിന്നതുകൊണ്ടാ. അത് എന്റെ മാത്രം ക്രെഡിറ്റ് ആയിട്ട് കാണേണ്ട കാര്യമില്ല. അത് മോളെ കൊണ്ടേ സാധിക്കൂ. മറ്റുള്ളവർ ചെയ്യുന്നതിന്റെ ക്രെഡിറ്റ് കൂടി സ്വന്തം പേരിലാക്കാൻ തിടുക്കം കാണിക്കുന്നവരാ ഇന്ന് നമുക്ക് ചുറ്റും. ആ സമയത്താ മോൾ ഇങ്ങനൊക്കെ പറയുന്നത്. ഞാൻ പറഞ്ഞതൊന്നും നുണയല്ലല്ലോ ആന്റി. ഇപ്പൊ തന്നെ ഓഫീസിൽ ഇത്രയും പ്രശ്നങ്ങൾ നടക്കുമ്പോഴാണ് ആദർശേട്ടൻ അതൊക്കെ മാറ്റിവെച്ച് അച്ഛനൊപ്പം പോയത്. ആ കാര്യത്തിൽ ആദർശിനെ കുറിച്ച് ഓർക്കുമ്പോൾ ഒരു അമ്മയെന്ന നിലയിൽ എനിക്ക് അഭിമാനമുണ്ട്. എന്നാൽ അതുപോലെ തന്നെ അവന്റെ ഈ പോക്കിൽ ആശങ്കയുണ്ട്. ആദർശിനെ കുറിച്ച് ഇങ്ങനെ ആയിരുന്നില്ല ഞാൻ കരുതിയിരുന്നത്. ബിസിനസ്സിൽ വിജയങ്ങൾ മാത്രം ഉണ്ടാക്കുന്ന ഒരു ആദർശിനെയാണ് ഞാൻ ഇതുവരെ കണ്ടിരുന്നത്. പക്ഷെ ഇപ്പോ വിഷമിക്കാതെ. എല്ലാ മനുഷ്യരുടെ ജീവിതത്തിലും ഇറക്കവും കയറ്റവും ഉണ്ടാവും. അതിൽ ഭയക്കാതെ അഭിമുഖീകരിക്കാണ് വേണ്ടത്. ഇപ്പൊ തന്നെ സൂരജിന്റെ കാര്യം കണ്ടില്ലേ? എവിടെയാണ് എന്താണെന്ന് അറിയാൻ പറ്റാത്തൊരവസ്ഥ. അത്രത്തോളം വരില്ലല്ലോ ബിസിനസ് സംബന്ധമായ കാര്യങ്ങള്. അത് ശരിയാണ്. പക്ഷെ ആളുകളുടെ ചോദ്യങ്ങൾക്ക് മുന്നിൽ എന്റെ മകനൊരു പരാജിതനെ പോലെ നിൽക്കുന്നത് എനിക്ക് സങ്കടാ ചേച്ചി. അമ്മ വിഷമിക്കാതെ. ആദർശേട്ടനിൽ എനിക്ക് വിശ്വാസമുണ്ട്. എല്ലാം ശരിയാവും. ശരിയാവണം, അല്ലാതെ പറ്റില്ലല്ലോ. സൂരജിനെ കാണാതായിട്ട് 2 മാസം കഴിഞ്ഞു. ഒരാൾ ഇങ്ങനെ അപ്രത്യക്ഷമാവോ? എന്താ സംഭവിച്ചെന്ന് നമുക്കറിയില്ലല്ലോ ബി. ഒരുപക്ഷെ അവൻ ആ വണ്ടിയിൽ ഉണ്ടായിരുന്നില്ലെങ്കിലോ? അങ്ങനെ വരാൻ ചാൻസ് ഇല്ലടോ. ഉണ്ടായിരുന്നല്ലേ എല്ലാരും പറയുന്നത്. അതും ശരിയാണല്ലോ. ഏതായാലും സൂരജ് ഇനി തിരിച്ചു വരില്ലെന്ന് ഉറപ്പാ. എനിക്കും ആ ഒരു പ്രതീക്ഷയില്ല. എന്റെ ടെൻഷൻ അതിലല്ല, ആദർശിന്റെ കാര്യത്തിലാ. ആദർശിന്റെ കാര്യത്തിൽ തനിക്ക് എന്താ ടെൻഷൻ? സൂരജിന്റെ പ്രശ്നങ്ങളും അതിന്റെ പുറകെയുള്ള നടപ്പും കാരണം ആദർശിന്റെ ബിസിനസിന്റെ കാര്യം ഏകദേശം തീരുമാനമായിട്ടുണ്ട്. കമ്പനി ഇപ്പൊ വലിയ നഷ്ടത്തിലാണെന്നാ ഞാൻ മനസ്സിലാക്കുന്നത്. അത് ശരിയാ. ഇതിപ്പോ ആദർശനെ കുറ്റം പറയാൻ പറ്റില്ലല്ലോ. ഇങ്ങനൊരു പ്രശ്നം ഉണ്ടായ മനുഷ്യരായിട്ടുള്ളവർക്ക് അത് അന്വേഷിക്കാനും കാര്യങ്ങൾ തിരക്കി പോകാതിരിക്കാനും പറ്റില്ലല്ലോ. സത്യത്തിൽ ആ സൂരജ് ഒരു പാരയാണ്. അവൻ ജീവിച്ചിരുന്ന കാലത്ത് അവൻ കാരണം ആർക്കും ഒരു സമാധാനം ഉണ്ടായിട്ടില്ല. ഇപ്പൊ മരിച്ചു എന്ന് വിശ്വസിക്കുന്ന സമയത്തും അതേ അവസ്ഥ തന്നെയാ. ഇങ്ങനെയൊന്നും പറയാതെ ബി. ഒരു അപകടം ആർക്ക് എപ്പോ വേണേലും വരാം. അല്ല, തനിക്കെന്താ പറ്റിയത്? താൻ എന്തിനാ ആദർശന്റെ കമ്പനിക്ക് നഷ്ടം വന്നെന്നോർത്ത് വിഷമിക്കുന്നത്? അങ്ങനെ ഒരാളായിരുന്നില്ലല്ലോ താൻ. തനിക്ക് സന്തോഷം ഉണ്ടാവേണ്ട സമയമായിരുന്നില്ലേ ഇത്? അതെ, പക്ഷേ എത്രയൊക്കെ പറഞ്ഞാലും ആദർശ് എന്റെ സഹോദരനല്ലേ. അവനൊരു ദോഷം ഉണ്ടാകുമ്പോ എനിക്ക് വിഷമം തോന്നാതിരിക്കുവോ? അത്രയ്ക്ക് മനസാക്ഷി ഇല്ലാത്ത ആളൊന്നും അല്ല ഞാൻ. എന്റെ അബി, താനേ എന്റെ മുമ്പിൽ അഭിനയിക്കരുത്. തന്റെ സ്വഭാവം എനിക്ക് ആരെങ്കിലും പറഞ്ഞു തരേണ്ടതുണ്ടോ? ആദർശിനോട് തനിക്ക് സ്നേഹമില്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ കമ്പനി കാര്യങ്ങളിൽ ആദർശിന് നഷ്ടം ഉണ്ടാവുന്നതില് തനിക്ക് യാതൊരു വിഷമവും കാണില്ല. അല്ലെങ്കിലും നിങ്ങൾ ഇങ്ങനെയല്ലേ പറയൂ. എന്റെ കുറ്റം കണ്ടുപിടിക്കാനും എന്നെ മോശക്കാരിയാക്കാനും മറ്റുള്ളവരെക്കാൾ താല്പര്യം എന്റെ ഭർത്താവിന് തന്നെയാണല്ലോ. ഇനി അതും പറഞ്ഞ് നമുക്കിടയിൽ ഒരു വഴക്ക് വേണ്ട. താൻ പറഞ്ഞത് നല്ല അർത്ഥത്തിൽ തന്നെയാണെന്ന് ഞാൻ അങ്ങ് സമ്മതിച്ചു. ആദർശി ഇങ്ങനെയായാൽ എങ്ങനെ ശരിയാവും? ഒരു ഫാമിലി ആവുമ്പോ അവിടെ പലതരത്തില് പ്രശ്നങ്ങൾ ഉണ്ടാവും. പക്ഷേ അതൊക്കെ ബിസിനസിനെ ബാധിക്കാതെ നോക്കണം. അവിടെയാണ് മിടുക്ക്. താൻ പറയുന്നതൊക്കെ ശരിയാണ്. പക്ഷേ ഞാൻ ആദർശിന്റെ ഭാഗത്താ. നമ്മൾ ഈ പറയുന്നത് പോലെ നിസ്സാര കാര്യങ്ങളല്ലല്ലോ ഈ 2 മാസമായിട്ട് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതെ. അപ്പൊ മീരയോ?
അവരുടെ വീട്ടിലുണ്ടായ പ്രശ്നങ്ങളിൽ ആദർശിനേക്കാൾ വിഷമവും ടെൻഷനും മീരയ്ക്കായിരിക്കില്ലേ? എന്നിട്ട് ആ പ്രശ്നങ്ങൾക്കിടയിൽ അവള് ചെയ്ത പ്രോജക്റ്റ് അവള് ലാഭത്തിലാക്കി. സത്യത്തിൽ മീര ഒരു മിടുക്കിയാ. ആഹാ, ഇത് ഭയങ്കര അത്ഭുതമാണല്ലോടോ. അവസാനം അഭി മീരയെ അംഗീകരിച്ചോ? നല്ലത് കണ്ട നല്ലതെന്ന് പറയാൻ എനിക്ക് യാതൊരു മടിയുമില്ല. മീരയോട് എനിക്ക് പല കാര്യങ്ങളിലും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നു. അത് ഞാൻ തുറന്നു പറയുകയും ചെയ്തിട്ടുണ്ട്. എന്ന് കരുതി അവൾ എനിക്ക് ശത്രുവൊന്നും അല്ലല്ലോ. എനിക്ക് സഹോദരങ്ങളെന്ന് പറയാൻ അധികം ആളുകളൊന്നുമില്ല, ഒരാളേ ഉള്ളൂ. അപ്പൊ പിന്നെ അവനും കുടുംബവും എന്റെ ജീവിതത്തിൽ നിന്ന് എല്ലാ കാലവും മാറ്റി നിർത്തേണ്ടവരും അല്ലല്ലോ. സത്യം പറയല്ലോ അഭി, താൻ ഈ പറയുന്ന കേട്ടിട്ട് എനിക്ക് സന്തോഷായി. എന്നെങ്കിലും നിങ്ങൾ തമ്മിലുള്ള വഴക്കും പിണക്കും ഒക്കെ മാറുമെന്നുള്ളൊരു പ്രതീക്ഷ വന്നു എനിക്ക്. സത്യത്തിൽ വിഘ്നേശ്വരനാണ് എന്നെ മനസ്സിലാക്കാത്തത്. എനിക്ക് ചെറുതായ അസൂയയും കുശുമ്പും എടുത്തു ചാട്ടവും എല്ലാം ഉണ്ട്. എന്ന് കരുതി നല്ലതിനെ നല്ലതായി അംഗീകരിക്കാനുള്ള മനസ്സും എനിക്കുണ്ട്. നിങ്ങൾക്കറിയാമോ, ഈ 2 മാസവും ഞാൻ മീരയെ ശ്രദ്ധിക്കുകയായിരുന്നു. ഇത്രയും ദിവസം അവൾ കടന്നുപോയത് എത്രമാത്രം വിഷമത്തിലും ടെൻഷനിലും ആണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. എന്നിട്ടും അവൾ സ്വന്തം ജോലിയോട് കാണിച്ച ആത്മാർത്ഥതയും കഠിനാധ്വാനവും അംഗീകരിക്കാതിരിക്കാൻ പറ്റില്ല. അതിന്റെ ഫലം അവൾക്ക് കിട്ടുകയും ചെയ്തു. ആ റിസൾട്ടാണ് മീരയുടെ പ്രോജക്റ്റിന്റെ വിജയം. വർഷങ്ങളുടെ എക്സ്പീരിയൻസ് ഉള്ള ബിസിനസ്മാനായ ആദർശിനെ കൊണ്ടുപോലും സാധിക്കാത്തത് അവള് നേടിയെടുത്തു. അതൊരു സ്ത്രീയായ മീരയുടെ വിജയമാണ്. അതിനെ അംഗീകരിക്കാൻ എനിക്ക് സന്തോഷേ ഉള്ളൂ. അത് നിങ്ങളുടെ മുന്നിൽ മാത്രമല്ല, മീരയോടും ആദർശിനോടും തുറന്നു പറയാൻ പോലും എനിക്ക് യാതൊരു മടിയുമില്ല. നന്നായി അഭി, ഇപ്പോ തന്നെ ഓർത്ത് എനിക്ക് അഭിമാനം തോന്നുന്നു. മറ്റുള്ളവരെ അംഗീകരിക്കാനുള്ള മനസ്സ് വന്നാൽ തന്നെ അതൊരു വലിയ കാര്യമാണ്. എന്തൊക്കെയാണ് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത്? ഒരു എത്തും പിടിയും കിട്ടുന്നില്ല. വിദ്യ ഈ അവസ്ഥയിൽ കാണേണ്ടി വരുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും കരുതിയിരുന്നില്ല. എല്ലാം വിധിയായിട്ട് കണ്ട് സമാധാനിക്കാനല്ലേ നമുക്ക് സാധിക്കൂ മനോജെ? അതെ, എല്ലാം വിധിയാണ്. ഹരിക്കറിയാലോ, എത്ര മിടുക്കിയായിരുന്നു വിദ്യ. എന്തുമാത്രം സ്വപ്നങ്ങളായിരുന്നു അവളെക്കുറിച്ച് എനിക്ക്. പക്ഷെ ഇപ്പം എൻ്റെ മോളുടെ മുഖത്ത് നോക്കിയാൽ നെഞ്ചു തകർന്നു. ചിരിയും കളിയുമില്ല, സംസാരം പോലും ഇല്ല. ജീവനുള്ളൊരു പാവം മാത്രം അവളിപ്പോ. വിദ്യമോൾക്ക് മാറ്റമുണ്ടെന്നല്ലേ മനോജ് പറഞ്ഞത്? ചെറിയ വ്യത്യാസമുണ്ട്. ഇപ്പൊ കുറെ വിളിക്കുമ്പോൾ ഒന്നും മിണ്ടും, ഒരുപാട് നിർബന്ധിക്കുമ്പോൾ എന്തെങ്കിലും കഴിക്കും. അത്രയെങ്കിലും ഇമ്പ്രൂവ്മെന്റ് ഉണ്ടല്ലോ, അത് തന്നെ ഭാഗ്യം. അത് ശരിയാ. ഈ കുറച്ചു മാസങ്ങൾ കൊണ്ട് തന്നെ എത്രയെത്ര ഹോസ്പിറ്റലുകളിൽ കൊണ്ടുപോയി. ആയുർവേദം, അലോപ്പതി, ഹോമിയോ, പലതരം മെഡിസിനുകളാണ്. എന്നിട്ട് ഫലം വല്ലതും ഉണ്ടായോ? അവസാന ക്ഷേത്രങ്ങളിലെ ഭജനയും പ്രാർത്ഥനയൊക്കെയായി അങ്ങനെയും കുറേ ദിവസം. വിഷമിക്കാതെ മനോജെ, എന്തൊക്കെയായാലും ഈശ്വരന്മാരെ നമ്മളെ കൈവിടില്ലല്ലോ. അതുകൊണ്ടല്ലേ വിദ്യമോക്ക് ഈ മാറ്റം ഉണ്ടായി തുടങ്ങിയത്. പ്രതീക്ഷകൾ അറ്റു തുടങ്ങിയ സമയത്താണ് ഈ മാറ്റങ്ങൾ വന്നു തുടങ്ങിയത്. എനിക്കറിയില്ല ഹരി, ഇങ്ങനെയൊക്കെ ശിക്ഷിക്കാൻ മാത്രം ഞാനും എൻ്റെ മോളും എന്ത് തെറ്റാ ചെയ്തത്? ആർക്കും അറിഞ്ഞുകൊണ്ട് ഒരു ദ്രോഹവും ചെയ്തിട്ടില്ല. ആകെ ചെയ്തൊരു തെറ്റ് മോളുടെ ആഗ്രഹത്തിന് എതിര് നിന്നു എന്നുള്ളതാ. സൂരജും വിദ്യയും തമ്മിലുള്ള ബന്ധത്തിന് ഇത്ര ആഴം ഉണ്ടാവുമെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല. പിന്നെ 2 കുടുംബങ്ങളിലും പ്രശ്നമുള്ളതുകൊണ്ടാ ആദ്യം ഞാൻ എതിർത്തത്. പക്ഷെ അവസാനം അവരുടെ താല്പര്യത്തിനൊപ്പം നിൽക്കണമെന്ന് മനസ്സുകൊണ്ട് ഉറപ്പിച്ചപ്പോഴാ ഈ അപകടം. ബീനയുടെ അവസ്ഥയും ഇങ്ങനെയൊക്കെ തന്നെയാ മനോജ്. പ്രായത്തിൻ്റെയും അനുഭവത്തിൻ്റെയും കൂടുതൽ കൊണ്ടാണോന്ന് എനിക്കറിയില്ല. ബീനയ്ക്ക് മനസ്സ് കൈവിട്ടു പോയിട്ടില്ല എന്നൊരാശ്വാസമുണ്ട്. പക്ഷേ ആകെ തകർന്ന് പ്രതീക്ഷയറ്റ അവസ്ഥയിലാണ് ഇപ്പോഴും. ഒരമ്മയുടെ മാനസികാവസ്ഥ ഊഹിക്കാമല്ലോ. ഒരു കണക്കിന് പറഞ്ഞാൽ ബീന ഒരു പാവമാ. ബീന സ്വാർത്ഥത കാണിച്ചതും എല്ലാം നേടിയെടുക്കാൻ വാശി പിടിച്ചതും സൂരജിന് വേണ്ടി മാത്രമാണ്. സ്വന്തം മക്കളുടെ കാര്യം വരുമ്പോൾ എല്ലാവരും സ്വാർത്ഥരാവുക തന്നെ ചെയ്യും. അത് ശരിയാണ്. ഓരോന്ന് ഏറ്റു പറഞ്ഞ് ബീന കരയുമ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് പാവം തോന്നും. അല്ലാതെ ഒരിക്കൽ പോലും ബീന അങ്ങനെ ചെയ്തല്ലോ എന്ന് എനിക്ക് കുറ്റമായി തോന്നിയിട്ടില്ല. എല്ലാ മനുഷ്യർക്കും തെറ്റുപറ്റും. അത് മനസ്സിലാക്കാനും തെറ്റുതിരുത്താനും
ഇത്തരം ചില അനുഭവങ്ങൾ ജീവിതത്തിൽ വരണമെന്ന് മാത്രം. സത്യത്തിൽ സൂരജിനെ ഏറ്റവും കൂടുതൽ എതിർക്കുകയും വെറുക്കുകയും ചെയ്തിരുന്ന ആള് ധന്യയാണ്. ആ ധന്യ ഇപ്പൊ ഏതു നേരവും ഭഗവാനോട് പ്രാർത്ഥിക്കുന്നത് സൂരജിന്റെ തിരിച്ചുവരവിന് വേണ്ടിയാണ്. ഒരിക്കലും ഇങ്ങനൊരു ആപത്ത് സംഭവിക്കുമെന്ന് ആരും കരുതിയിരുന്നല്ലോ. എനിക്ക് മനസ്സിലാവാത്തൊരു കാര്യമാണ് ഹരി. ചുരുങ്ങിയ കാലം കൊണ്ട് വിദ്യയും സൂരജും എങ്ങനാ ഇത്ര അടുത്തത്? സൂരജിന് ഇനി അഥവാ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ മകളത് എങ്ങനെ സഹിക്കും? ആ യാഥാർത്ഥ്യത്തോട് അവൾ എങ്ങനെ പൊരുത്തപ്പെടും?